ഇത് ഞാൻ ലാസ്റ്റ് ചെക്കപ്പിന് പോയ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. പക്ഷേ എഡിറ്റ് ചെയ്ത് ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഏകദേശം ഒരാഴ്ചയ്ക്ക് മുന്നേ എടുത്ത വീഡിയോ ആണ്. ഞങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നത് ഇവിടെ രാമയ്യ ഹോസ്പിറ്റലിലായിരുന്നു. പെട്ടെന്ന് നമ്മൾ ആ ഓപ്ഷൻ അങ്ങ് മാറ്റിയെടുത്തു. എന്നിട്ട് ഞങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മലേഷ്യത്താണ് കേട്ടോ. കുക്കു ജനിച്ച അതേ ഹോസ്പിറ്റൽ, മോള് ജനിച്ച അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് കാണിക്കുന്നത്. കാരണം രാമയ്യയിൽ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഡോക്ടറെ കണ്ട് തിരിച്ചെത്തുമ്പോഴേക്കും എപ്പോഴും ഒരു 3-4 മണിയൊക്കെ ആവും. പിന്നെ ഒരു ഡൗട്ടായിപ്പോയി, അവിടെ എപ്പോഴും പോകുമ്പോൾ ഇങ്ങനെ ടൈം ഒരുപാട് എടുക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഡൗട്ടായിട്ടാണ് ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റിയത്. അതെന്തുകൊണ്ട് നന്നായി ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇപ്പം. അപ്പോൾ നമ്മൾ ഡോക്ടർ വിസിറ്റൊക്കെ കഴിഞ്ഞു. നമ്മളവിടെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഡോക്ടർ വിസിറ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ഇപ്പോൾ ഇപ്രാവശ്യം ഡോക്ടറിനെ വിസിറ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഫ്ലൂയിഡ് ലെവൽ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിൻ്റെ അനക്കം എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, നന്നായിട്ട് നോക്കുക, പ്രോട്ടീൻ ഫുഡ് നന്നായിട്ട് കഴിക്കുക, അങ്ങനത്തെ കുറച്ച് അഡ്വൈസൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമ്മൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഡ്രോബാക്ക് ഉണ്ട് ഇപ്പം. എന്നാലും നമുക്കൊന്ന് ഇമ്പ്രൂവ് ആക്കി എടുക്കണം. എന്നാലും ഡോക്ടർ പറഞ്ഞ പോലെ ബേബി മൂവ്മെൻറ്റ് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ഇച്ചിരി കുറവ് തോന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വീണ സ്റ്റോർ ഉണ്ട്. വീണ സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഐക്കോണിക് പ്ലേസ് ആണ് ബാംഗ്ലൂരിൽ. അപ്പോൾ അവിടെ പോയിട്ട് ജസ്റ്റ് കോഫിയോ ടീയോ എന്തെങ്കിലും കുടിക്കാമെന്ന് വെച്ച് പോയതാണ്. പക്ഷേ എനിക്ക് കാരാബാത്ത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഒരു കാരാബാത്ത് വാങ്ങിച്ച് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പിന്നീട് നമ്മൾ അവിടെ നിന്ന് ലഞ്ച് കഴിക്കാനായിട്ട്, എന്തായാലും പെട്ടെന്ന് ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതല്ലേ, അപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ട് പാരഗോൺ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ഇവിടെ വരുന്നത് ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ്, ജിജുവേട്ടന് വേണ്ടിയിട്ട് മാത്രമാണ്. എപ്പോൾ ജിജുവേട്ടന് ലഗോൺ ബിരിയാണി കഴിക്കണമെന്ന് തോന്നുന്നു അപ്പോൾ പാരഗോൺ റെസ്റ്റോറൻറ്റിലേക്ക് വരും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ട് എവിടെയും ലഗോൺ ബിരിയാണി കിട്ടില്ല. അപ്പോൾ അടുത്തെന്ന് പറയാൻ ഈ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ വരാറുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കുള്ള പ്രശ്നം വെച്ചാൽ എന്ത് ഓർഡർ ചെയ്യും. കാരണം ഒന്നുകിൽ മീൽസ് തന്നെയായിരിക്കും ഞാൻ എപ്പോഴും ഓർഡർ ചെയ്യുന്നത്. പക്ഷേ മീൽസും എനിക്കിപ്പോൾ അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ അവിടുത്തെ. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ എന്തായാലും ബട്ടർ കുൽച്ച പറഞ്ഞു, പിന്നെ ചിക്കൻ വരട്ടിയത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടറായിട്ട് നമ്മളൊരു സാലഡ്, ചിക്കൻ സാലഡാണ് പറഞ്ഞത്. എനിക്ക് ഈ ചിക്കൻ സാലഡ് ഇവിടുത്തെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മുമ്പ് 2 തവണ കഴിച്ചിട്ടുണ്ട്, അപ്പം എനിക്കിഷ്ടമാണ്. പക്ഷേ ഇപ്രാവശ്യം എന്തോ കുറച്ച് സ്വീറ്റ്നെസ് കൂടിപ്പോയ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അധികം കഴിച്ചില്ല. അവർ രണ്ടുപേരും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓർഡർ ചെയ്ത ബട്ടർ കുൽച്ചയും ചിക്കൻ വരട്ടിയതും പിന്നെ ജിജുവേട്ടൻ്റെ സ്പെഷ്യൽ ലഗോൺ ബിരിയാണി വന്നു. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ബിരിയാണി. അപ്പോൾ അത് നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ചിക്കൻ വരട്ടിയതും ഓക്കെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എനിക്കിപ്പോൾ എല്ലാ ഫുഡും ഒന്നും അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം കഴിച്ചിട്ട് ബാക്കി പാർസൽ ചെയ്തു കേട്ടോ. എനിക്കെന്തോ തീരെ അങ്ങോട്ട് എല്ലാ ഫുഡും ഒന്നും അങ്ങനെ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം കഴിച്ചൊന്നുമില്ല. ആകെ ഒരു പീസ് ഓഫ് ബട്ടർ കുൽച്ചയും പിന്നെ കുറച്ച് മാത്രം ചിക്കൻ വരട്ടിയത് എടുത്ത് കഴിച്ചു. അത്രേ ഉള്ളൂ. ബാക്കി നമ്മൾ പാർസൽ ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് രാത്രി ഡിന്നറിന് കഴിക്കുക ചെയ്തത്. ലാസ്റ്റ് എൻഡ് ചെയ്തത് ഒരു ടെൻഡർ കോക്കനട്ട് പുഡിംഗ് വാങ്ങിച്ചിട്ടാണ്. അത് മൂക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിക്കുന്നത്. അവളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ഇവിടെ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ടെൻഡർ കോക്കനട്ട് പുഡിംഗ് അവൾ എന്തായാലും മിസ്സാക്കാറില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 2 കരിക്കൊക്കെ വാങ്ങിച്ച് കുടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.